പ്രധാന വാർത്തയിലേക്കാണ്. കോഴിക്കോട് രാമനാട്ടുകരയിൽ ബസ് ശരീരത്തിലൂടെ കയറി യുവതിക്ക് ദാരുണാന്ത്യം. പള്ളിക്കൽ സ്വദേശി തസ്ലീമയാണ് മരിച്ചത്. സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടത്തിനിടെയാണ് അപകടം. റിയാസ് KMR ചേരുന്നു കോഴിക്കോട് നിന്നും വിവരങ്ങളുമായി. റിയാസ്, ഈ ബസ്സുകളുടെ മത്സരയോട്ടം വരുത്തിവെക്കുന്ന അപകടങ്ങളൊക്കെ നമ്മൾ ഏറെ കാലമായി കാണുന്നു. ഇതിപ്പോൾ കുറച്ച് ദാരുണമായ ഒരു സംഭവമായി പോയി. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ റിയാസ്? കാളിദാസ്, ഈ കോഴിക്കോട് മഞ്ചേരി റൂട്ടിലുള്ള സ്വകാര്യ ബസ്സുകളുടെ മത്സരോട്ടം പലപ്പോഴായി പല പരാതികളൊക്കെയായി വന്നതാണ്. സോഷ്യൽ മീഡിയ അടക്കം ചർച്ച ചെയ്യുന്ന രീതിയിലേക്ക് പൊതുസമൂഹം വലിയ രീതിയിൽ പരാതികൾ ഉന്നയിക്കുകയും ചെയ്തതാണ്. ആ ഒരു മത്സരയോട്ടത്തിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഒരു വലിയൊരു അപകടം സംഭവിച്ചിരിക്കുന്നത്. വലിയൊരു ദാരുണാന്ത്യം തന്നെയാണ് കോഴിക്കോട് രാമനാട്ടുകരയിൽ ഉണ്ടായിരിക്കുന്നത്. മലപ്പുറം പള്ളിക്കൽ സ്വദേശിനിയായിട്ടുള്ള തസ്ലീമ എന്ന് പറയുന്ന യുവതിക്കാണ് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. തസ്ലീമ ഭർത്താവിനൊപ്പം ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യുകയായിരുന്നു. ഈ സമയത്താണ് TPS എന്ന കോഴിക്കോട് നിന്നും മഞ്ചേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബസ് അതേ ദിശയിൽ നിന്നും വരികയായിരുന്ന മറ്റൊരു ബസ്സുമായി മത്സരയോട്ടം നടത്തുകയും ആ മത്സരയോട്ടത്തിനിടെ ഈ തസ്ലീമ ഭർത്താവിനൊപ്പം സഞ്ചരിക്കുകയായിരുന്ന ഇരുചക്ര വാഹനത്തിൽ ഈ TPS ബസ് തട്ടിയെന്ന് മാത്രമല്ല, ഇടിയുടെ ആഘാതത്തിൽ തെറിച്ചു വീണ തസ്ലീമയുടെ ശരീരത്തിന് മുകളിലൂടെ ബസ്സിന്റെ പിൻചക്രം കയറിയിറങ്ങുന്ന ഒരു സാഹചര്യം. വളരെ ഒരു ദാരുണമായിട്ടുള്ള, വളരെ നിഷ്ഠുരമായിട്ടുള്ള ഒരു അന്ത്യമാണ് സംഭവിച്ചത് എന്ന് പറയേണ്ടി വരുന്ന, ദയനീയമായൊരു അന്ത്യമാണ് സംഭവിച്ചത് എന്ന് പറയേണ്ടി വരുന്ന ഒരു കാര്യമാണ്. തസ്ലീമയെ ഉടൻ തന്നെ ഓടിക്കൂടിയ നാട്ടുകാർ കൂരിയെടുത്ത് അവിടെയുള്ള സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് നേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും അവരുടെ ജീവൻ രക്ഷിക്കാനായില്ല. അവർ മരണത്തിന് കീഴടങ്ങുന്ന ഒരു സാഹചര്യമായിരുന്നു. ഒരു യുവതിക്ക് ബസ്സുകളുടെ മത്സരയോട്ടം കാരണം ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം. ഇതിനെതിരെ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നൊരു ആവശ്യം ശക്തമായി ഉയർന്നു വരുന്നുമുണ്ട്. എങ്കിൽ കൂടിയും ഇത്തരം സംഭവങ്ങൾ, മത്സരയോട്ടം പലപ്പോഴും ആളുകളുടെ ജീവൻ കവർന്നിട്ടുണ്ടെങ്കിലും സ്വകാര്യ ബസ്സുകൾക്കെതിരെ പലപ്പോഴും നടപടി ഇല്ലാതെ പോകുന്നൊരു സാഹചര്യം. ഇങ്ങനെ ഈ സ്വകാര്യ ബസ്സുകൾക്കെതിരെ നടപടി വരുമ്പോൾ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനാണ് ഇങ്ങനെ അമിത വേഗതയിൽ ബസ് ഓടിക്കുന്നതെന്ന മുടന്തൻ ന്യായം പലപ്പോഴും സ്വകാര്യ ബസ് ജീവനക്കാർ സമൂഹ മാധ്യമത്തിൽ ഉൾപ്പെടെ ഇടുന്നൊരു സാഹചര്യം കാണുന്നു. പക്ഷേ അവർ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ഇങ്ങനെ ഓടുമ്പോൾ അവിടെ ഒരു കുടുംബത്തിനാണ് ഒരു നാഥയോ ഇല്ലാതാവുന്നത് എന്ന ബോധ്യം. ഒരു കുടുംബത്തിന്റെ രണ്ടറ്റം ഇല്ലാതാക്കിക്കൊണ്ടല്ല നിങ്ങൾ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ഓടേണ്ടത് എന്നൊരു ബോധ്യം സ്വകാര്യ ബസ് തൊഴിലാളികൾക്കും ഉണ്ടാവേണ്ടതുണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയായി തസ്ലീമ എന്ന് പറയുന്ന യുവതിയുടെ ദാരുണാന്ത്യം നമ്മുടെ മുൻപിൽ നിറഞ്ഞു നിൽക്കുകയാണ്. കാളിദാസ്, റിയാസ്, അതുതന്നെയാണ്. മത്സരയോട്ടം എത്തരത്തിലാണ് മനുഷ്യരെ ബാധിക്കുന്നത്, അത് എത്തരത്തിലുള്ള അപകടങ്ങളാണ് ഉണ്ടാക്കി തീർക്കുന്നത്. അല്പനാൾ മുമ്പാണ് കൊച്ചിയിൽ ഇത്തരത്തിൽ സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടത്തിനിടെ ഒരു കോളേജ് വിദ്യാർത്ഥിക്ക് ജീവൻ നഷ്ടപ്പെട്ടത്. ഇപ്പോൾ കോഴിക്കോടാണ് മത്സരയോട്ടത്തിനിടെ കോഴിക്കോട് രാമനാട്ടുകരയിൽ ബസ് ശരീരത്തിലൂടെ കയറി പള്ളിക്കൽ സ്വദേശി തസ്ലീമയ്ക്ക് ജീവൻ നഷ്ടപ്പെട്ടത്. റിയാസ് KMR ആണ് വിവരങ്ങൾ നൽകിയത്.